മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒട്ടുമിക്ക സഹാക്കന്മാരെയുമാണ് വെട്ടിലാക്കിയിരിക്കുന്നത്. പിണറായിയെ മകളെയും താങ്ങി താങ്ങി മടുത്ത സഹാക്കൾ ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യനെയും കുടുംബത്തെയും ഇനി ഞങ്ങളാരും പിന്താങ്ങില്ല എന്ന് തന്നെയാണ് പലരും പരസ്യമായി നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഒന്ന് കളം മാറ്റി ചവിട്ടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. പൊതുവെ പിണറായിക്ക് എല്ലാത്തിനോടും ഒരു പുച്ഛമാണ്, പ്രത്യേകിച്ച് BJP-ക്കാരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഒക്കെ. പക്ഷേ മകളുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടതും മാസപ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്ന് കളം മാറ്റി ചവിട്ടാൻ പിണറായി ഒരുങ്ങിക്കഴിഞ്ഞു. അതായത് മകളെ ഇരുമ്പഴിക്കുള്ളിലേക്ക് ആക്കാതെ എങ്ങനെയും രക്ഷിക്കുക. അതിനായി കഴിഞ്ഞ ദിവസം മോദി കേരളത്തിലേക്ക് എത്തിയപ്പോൾ BJP ചെലവിൽ 3 പദ്ധതികളാണ് അവർ തന്നെ പണമിറക്കി ചെയ്ത 3 പദ്ധതികളിൽ 4000 കോടിയുടെ വികസന പദ്ധതികൾ കേരളത്തിന് സമ്മാനിച്ചതിന്റെ ഉദ്ഘാടനമായിരുന്നു. ആ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പിണറായി ഏറ്റവും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എയർപോർട്ടിൽ നിന്ന് മോദിയെ സ്വീകരിച്ച തിരിച്ച ഫ്ലൈറ്റിൽ കയറ്റി വിടുന്നത് വരെ ഒപ്പം പിണറായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മകളെ ഇരുമ്പഴിക്കുള്ളിലാക്കാതെ സംരക്ഷിക്കാൻ ഒരച്ഛൻ ഏതറ്റം വരെയും പോകാൻ കഴിയുമെന്ന ഇരട്ടച്ചങ്കനെന്ന സഹാക്കന്മാരും സൈബർ പോരാളികളും കാളികൂളി സംഘവുമൊക്കെ എവിടെയോ ഇരുന്ന് വിളിച്ചു കൂവുന്ന ആ ഇരട്ടച്ചങ്കൻ മകൾക്ക് വേണ്ടി എല്ലാം മറന്ന പുലിയായിരുന്ന പിണറായി എന്ന സഹാക്കൾ പറയുന്ന പിണറായി ഒരു വെറും പൂച്ചയായി മാറിയിരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ തീരുമാനം എന്നുള്ളതാണ്. ആരും വീണയെ പിന്താങ്ങിയാൽ അവരൊക്കെ വെട്ടിലാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നറിയാവുന്നത് കൊണ്ട് സഹാക്കൾ തന്നെ പിണറായിയെ മകളെയും പിന്താങ്ങില്ല എന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിലുള്ളത്. എക്സാലോജിക് കമ്പനി മരവിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചു എന്നാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സാലോജിക്കിന് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരിടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകുവാൻ സാധിക്കുക. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ നൽകിയത്. 2021 മെയ് മാസത്തിൽ എക്സാലോജിക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ട് എന്ന് ROC പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാൻ ഉണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനാവില്ല. നിയമ നടപടികളില്ല എന്നും നികുതി ബാക്കിയില്ല എന്നുമാണ് എക്സാലോജിക് നൽകിയ രേഖ. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് കിട്ടിയത് എക്സാലോജിക് മറച്ചുവെച്ചു. ആദായ നികുതിയായി 42,38,038 രൂപയും അതിന്റെ പലിശയും എക്സാലോജിക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങളാണ് വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത്. 2022 നവംബറിൽ കമ്പനി മരവിപ്പിച്ചതിന് ശേഷം സമർപ്പിക്കേണ്ട ഒരു രേഖയും ഹാജരാക്കിയതുമില്ല. രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന 447, 448, 449 വകുപ്പുകൾ ചുമത്തണമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വീണയ്ക്ക് പണി കൊടുത്തത് കരിമണൽ കർത്തയും മാത്യു കുഴൽനാടനുമാണ്. പ്രത്യേകിച്ച് മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതും വീണയ്ക്കെതിരെ ആഞ്ഞടിച്ചതും മാത്യു കുഴൽനാടനാണ്. അതുമുതലാണ് പിണറായിയുടെ മകളുടെയും ശനിദശ തുടങ്ങിയത്. എന്തായാലും ഇനി മകൾ ഇരുമ്പഴിക്കുള്ളിലേക്കാവാതിരിക്കാൻ ഏതറ്റം വരെയും പോകാനും ആരുടെ കാല് പിടിക്കാനും പിണറായി മടിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.